ഇരിക്കുന്നത് ശ്രീമതി ഡോക്ടർ ഉമ വയപ്രം അവറുകളാണ്. ഇന്നലെയും നമ്മോട് ദേവി ഭാഗവത്തിലെ മാതൃശക്തി സങ്കല്പങ്ങളെക്കുറിച്ചും ഏത് തരം തപസ്സാണ് നാം പാലിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ദേവിയുടെ ഉൽപ്പത്തി അല്ലെ ഉത്ഭവം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വിശദമായി പ്രതിപാദിച്ച ശ്രീമതി ഉമാ വയപ്രം തന്ത്ര സമാജത്തിന്റെയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി പ്രാർത്ഥന. ഇതിനായി കുമാരി മൈത്രേയി സാവിത്രിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീവിദ്യേ ശിവവാമഭാഗനിലയേ ശ്രീരാജരാജാർച്ചിതേ ശ്രീനാഥാദിഗുരുസ്വരൂപനിലയേ ചിന്താമണി പീഠികേ ശ്രീവാണി ഗിരിജാനുതാംഘ്രികമലേ ശ്രീശാംഭവീ ശ്രീശിവേ മധ്യാഹ്നേ മലയധ്വജാധിപസുതേ മാം പാഹി മീനാംബികേ. നന്ദി മൈത്രേയി സാവിത്രി. തുടർന്ന് പ്രഭാഷണത്തിനായി ശ്രീമതി ഡോക്ടർ ഉമാ വൈപ്രം അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളും. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ദേവി ഭാഗവതത്തിലെ 5-ാമത്തെ സ്കന്ധം നമ്മൾ തുടങ്ങി. അതിലാദ്യം ശ്രീകൃഷ്ണന്റെ ജീവചരിത്രം, അതൊക്കെ ആ യോഗമായ പ്രഭാവം കൊണ്ടാണ് അവിടെ ആ ലീലകളൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു. പിന്നീട് വളരെ പ്രസിദ്ധമായിട്ടുള്ള മഹിഷാസുരമർദിനി ചരിതമാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ ആദ്യം മഹിഷാസുരൻ തപസ് ചെയ്തു, വരം വാങ്ങി എന്നൊക്കെ പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് മഹിഷാസുരന്റെ ഉൽപ്പത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് രംഭന്റെയും കരംഭന്റെയും കഥ, അതിൽ രംഭന്റെ ചിതാഗ്നിയിൽ നിന്ന് മഹിഷരൂപത്തിലുള്ള അസുരനും രക്തബീജൻ എന്നുള്ള അസുരനും ഉത്ഭവിച്ചതും ആ ചരിത്രമൊക്കെ നമ്മൾ അനുസ്മരിച്ചു. പിന്നീട് ആ മഹിഷാസുരൻ വരം നേടി എല്ലാ അസുരന്മാരെയും പോലെ 3 ലോകങ്ങളെയും കീഴടക്കി അവിടെയുള്ള സജ്ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി, നല്ല കർമ്മങ്ങളൊക്കെ മുടക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരെയും കരയിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ദ്രോഹകാരിയായിട്ട് വർത്തിക്കുന്ന സമയത്ത് ദേവന്മാർ തങ്ങളുടെ വിഷമം ബ്രഹ്മാവിനെ അറിയിച്ചു. അവിടെ യുദ്ധത്തിനായിട്ട് പോയി. എങ്കിലും ആ യുദ്ധത്തില് മഹിഷാസുരൻ വരം വാങ്ങിയത് ഒരു സ്ത്രീയുടെ കൈകൊണ്ടേ മരണം ഉണ്ടാകാവൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ദേവന്മാർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നീട് ദേവന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ത്രിമൂർത്തികളിൽ നിന്നും അതുപോലെ മറ്റ് ദേവന്മാരിൽ നിന്നും ഉള്ള തേജസ്സിന്റെ അംശത്തിൽ നിന്ന് ആ തേജസ്സൊക്കെ കൂടി ചേർന്നിട്ട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള 18 കൈകളോടുകൂടിയ
വളരെ അത്ഭുതകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള എന്നാൽ അസുരന്മാർക്ക് ഭീകരമായിട്ടുള്ള ദേവി ഉത്ഭവിച്ചു. ആ ദേവി ഇതാ ആ ഉഗ്രത്തിൽ ഉച്ചത്തിൽ അട്ടഹസിച്ച സമയത്ത് ഇത് കേട്ട് ലോകം മുഴുവൻ നടുങ്ങി. മഹിഷാസുരനും ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ദൂതന്മാരെ വിട്ടു. അപ്പൊ അവര് വന്ന് പറയുകയാണ്, വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയാണ്, എന്നാൽ അവൾ വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ആയുധങ്ങളോടുകൂടി എല്ലാ തരത്തിലുള്ള ഭാവങ്ങളോടും കൂടിയാണ് ഇരിക്കുന്നത്. സിംഹത്തിന്റെ പുറത്തേറി അങ്ങനെയാണ്, ഞങ്ങൾക്ക് സംസാരിക്കാൻ കൂടി കഴിയാത്ത തരത്തിൽ ഉള്ള ഒരു ഭാവമാണ്. ഇങ്ങനെ വന്ന് പറഞ്ഞ സമയത്ത് ഈ സൗന്ദര്യ വർണ്ണന കേട്ടപ്പോൾ മഹിഷാസുരന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ള ഒരു ആഗ്രഹം തോന്നി. അപ്പൊ ആ തരത്തില് ആദ്യം താമ്രനെ പറഞ്ഞേക്കുകയാണ്. താമ്രൻ എന്നു പേരുള്ള തന്റെ വിശ്വസ്തനായിട്ടുള്ള തന്റെ ഭണ്ഡാരപതിയായിട്ടുള്ള അസുരനെ അയക്കുകയാണ്. താമ്രൻ അവിടെ ചെന്ന് വളരെ സമാധാനപരമായിട്ട് തന്നെ, കാരണം ഈ മഹിഷാസുരന്റെ വർണ്ണനയൊക്കെ കേട്ട് അദ്ദേഹത്തിന്റെ ഐശ്വര്യവും അദ്ദേഹത്തിന്റെ ആ സമ്പത്തും ഒക്കെ വർണ്ണിച്ച് കൊടുത്താൽ ഈ ദേവി മഹിഷാസുരന്റെ പട്ടമഹിഷിയായിട്ട് കൂടെ വരുമെങ്കിൽ അതാണ് മഹിഷാസുരന്റെ ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നയപരമായിട്ട് തന്നെ പെരുമാറി. പക്ഷെ ദേവി പറയുകയാണ്, ഒന്നുകിൽ മഹിഷനോട് ഈ അക്രമങ്ങളൊക്കെ അവസാനിപ്പിച്ച് തന്റെ ലോകമായിട്ടുള്ള പാതാളത്തിലേക്ക് തിരിച്ചു പോകാൻ പറയണം, അല്ലെങ്കിൽ എന്നോട് യുദ്ധത്തിനായിട്ട് ഒരുങ്ങണം. ഇവിടെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. ഈ പാതാളം എന്നുള്ള ലോകവും വളരെ സമ്പന്നമായിട്ടുള്ള ഐശ്വര്യയുക്തമായിട്ടുള്ള എല്ലാ സുഖസമൃദ്ധിയുള്ള ലോകമാണ്. അതാണ് അസുരന്മാർക്ക് കൽപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് തൻ്റെതല്ലാത്ത ലോകങ്ങള്, സ്വർഗം മുതലായിട്ടുള്ള സ്വർഗം, ഭൂമി മുതലായ മറ്റ് ലോകങ്ങൾ കീഴടക്കുകയാണ് അസുരന്മാർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ താമ്രനോട് ഇത് പറഞ്ഞ സമയത്ത് താമ്രന് ഒട്ടും ഇഷ്ടമായില്ല. ആ ദേവിയോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനായില്ല, പേടിച്ചു ഓടുകയാണ് താമ്രൻ. അപ്പൊ ഇതുവരെയാണ് ഇന്നലെ പറഞ്ഞത്. അപ്പൊ ഒരു സ്ത്രീയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തിരിച്ച് തൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആള് ഓടി വന്ന സമയത്ത് മഹിഷാസുരൻ എല്ലാവരെയും വിളിച്ചു ചേർത്ത് ആലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യണം? ഇതാ ഒരു സ്ത്രീയോട് പരാജയപ്പെട്ട് വന്നിരിക്കുകയാണ്, ഇനി എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഇന്നലെ പറഞ്ഞതുപോലെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു. ചിലര് പറയുന്നു അവൾ യഥാർത്ഥത്തിൽ അങ്ങയെ ഇഷ്ടപ്പെടുന്നവളാണ്, അത് നേരിട്ട് പറയാതെ ഈ യുദ്ധത്തിനായിട്ട് ചെല്ലൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് അവിടെ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ പലതരത്തിൽ അസുരന്മാര് വ്യാഖ്യാനിക്കുകയാണ്. എന്തായാലും ബാഷ്കളൻ, ദുർമുഖൻ എന്നു പേരുള്ള രണ്ട് അസുരന്മാര് അവര് പറയുന്നു, ഇത് അവള് അങ്ങയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതോ അങ്ങയെ ആഗ്രഹിക്കുന്നവളോ ഒന്നുമല്ല. എന്തോ ഒരു കളവ്, ഇതിന്റെ എന്തോ ഒരു കാപട്യം ഇതിന്റെ പിന്നിലുണ്ട്. ചിലപ്പോൾ ദേവന്മാർക്ക് വേണ്ടിയിട്ട് വന്നവളായിരിക്കാം. എന്തായാലും ഇങ്ങനെയൊന്നും ഉള്ള ഒരു ചരിത്രം മുമ്പ് കേട്ടിട്ടില്ല. കാരണം 18 കൈകളുമായിട്ട് ഒരു സ്ത്രീ ഒരു സിംഹത്തിന്റെ പുറത്തേറി യാതൊരു ഭയവുമില്ലാതെ ഒരാളെ ഇത്രയും, അതും ഈ ത്രൈലോക്യ വിജയിയായിട്ടുള്ള ഈ മഹിഷനെ വെല്ലുവിളിക്കുക, ഇതൊന്നും മുമ്പ് കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയണം. എന്തായാലും ഞങ്ങൾ പോയി യുദ്ധം ചെയ്ത് അവളെ കീഴടക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ബാഷ്കളനും ദുർമുഖനും പോവുകയാണ്. അവര് പോയി നേരത്തെ താമ്രൻ ചെയ്തതുപോലെ തന്നെ ആദ്യം നല്ല രീതിയിൽ ശ്രമിക്കുന്നു, പ്രലോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം രാമായണത്തില് രാവണനും ഇതേ വഴിയായിരുന്നു സ്വീകരിച്ചത്. സീതാദേവിയെ അശോകവനികയിൽ കൊണ്ടിരുത്തിയിട്ട് തൻ്റെ ഐശ്വര്യങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുത്തു. രാവണന്റെ ആ ലങ്കയിൽ ഇല്ലാത്ത വിഭൂതികളൊന്നും ഇല്ലായിരുന്നു.
ഏറ്റവും നല്ല സുന്ദരിമാര്, ഏറ്റവും നല്ല ആയുധങ്ങള്, ഏറ്റവും നല്ല രഥങ്ങള്, ഏറ്റവും നല്ല കെട്ടിടങ്ങള്, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാ നല്ല വസ്തുക്കളും ലങ്കയിലായിരുന്നു. ഇങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ട്, ഇതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട്, പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെ വരിക്കാൻ ആവശ്യപ്പെടുകയാണ് രാവണൻ ചെയ്തത്. അപ്പൊ അതുപോലെ ഇവിടെ മഹിഷാസുരന്റെ പത്നിയായാലുള്ള ഗുണങ്ങള് പറയുകയാണ് ബാഷ്കലനും ദുർമുഖനും. ആരെയും പേടിക്കാതെ ഈ 3 ലോകങ്ങളിലും ഇങ്ങനെ വിലസാം. മഹിഷൻ ത്രൈലോക്യ വിജയിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നീട് ഒന്നിനെയും പേടിക്കേണ്ടതില്ല, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. എന്തെന്താണോ ആഗ്രഹിക്കുന്നത് ഒക്കെ തന്റെ കാൽക്കീഴിലേക്ക് വരും. ഈ 3 ലോകങ്ങളെയും ജയിച്ചിട്ടുള്ള മഹിഷാസുരൻ ഇതാ നിന്റെ മുന്നില് പരാജയപ്പെട്ടിട്ടുണ്ട്. നീ എന്താണോ പറയുന്നത് അത് മഹിഷാസുരൻ ചെയ്യും. ഇങ്ങനെ എന്ത് നല്ലൊരു അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഈ 3 ലോകങ്ങളും ജയിച്ചിട്ടുള്ള മഹിഷാസുരന്റെ പട്ടമഹിഷയായി തീരുക എന്നത് അത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നാണോ? അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വരൂ, മഹിഷാസുരന്റെ ഭാര്യയായിട്ട് ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നവളായിട്ട്, ഏറ്റവും ഭാഗ്യമുള്ള സ്ത്രീയായിട്ട് തീരും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് ദേവി പറയുന്നത്, ഞാൻ പുരുഷന്മാരെ വരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവളല്ല, നാഹം കാമമോഹിത എന്ന് പറയും. ഞാനിങ്ങനെ കാമത്താൽ മോഹിതയായിട്ട് ആരെങ്കിലും വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നല്ല പുരുഷന്മാരെ നോക്കി നടക്കുന്നവളല്ല. ഇനി അങ്ങനെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹമുണ്ടെന്ന് കരുതുക. എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് അവനവന് തുല്യരായിട്ടുള്ള ഭർത്താക്കന്മാരെ കിട്ടാനാണ്. ഈ ഞാനിവിടെ നിങ്ങളൊക്കെ ഇത്രയും സമയം വർണ്ണിച്ചിരിക്കുന്ന ഈ മഹിഷൻ എന്നു പേരുള്ള ആ പോത്തിന്റെ രൂപമുള്ള അതേ ബുദ്ധിയുമുള്ള നിന്റെ രാജാവ് എവിടെ? എല്ലാവരും ആഗ്രഹിക്കുന്നത് തുല്യരെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനാകട്ടെ ഇവിടെ ത്രിമൂർത്തികള്, ദേവന്മാര് ഇവരൊക്കെ ഉണ്ടായിട്ടും അവരെ പോലും സ്വീകരിക്കാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് ആ മഹിഷാസുരന്റെ കേമത്വമൊന്നും ഇനി അധികം പറയണ്ട. ഞാനങ്ങനെ ആരെങ്കിലും വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ആളല്ല. ഇനി എനിക്ക് അങ്ങനെ വിവാഹം ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ തന്നെ എനിക്ക് തുല്യനായിട്ടുള്ള ശക്തിയോടുകൂടിയ, ആ പ്രഭാവത്തോടുകൂടിയ, വീര്യത്തോടുകൂടിയ ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പറയൂ മഹിഷാസുരനോട്, ഒന്നുകിൽ ഈ അതിക്രമമൊക്കെ അവസാനിപ്പിച്ചിട്ട് തന്റെ സ്ഥാനത്തേക്ക്, ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വിധിച്ചിട്ടുണ്ട്, അവിടേക്ക് നിനക്കായിട്ട് വിധിച്ചിരിക്കുന്ന പാതാള ലോകത്തിലേക്ക് പോകൂ. ഇനി അതിന് തയ്യാറല്ലെങ്കിൽ എന്നോട് യുദ്ധത്തിന് വരൂ. ഇവിടെ ഓരോ അസുരന്മാരെയും മഹിഷാസുരൻ അയക്കുന്ന സമയത്ത് എല്ലാവരോടും ദേവി ഇത് തന്നെയാണ് പറയുന്നത്. അവസരങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കുകയാണ് രക്ഷപ്പെടാനായിട്ട്. നമുക്ക് ഇതിഹാസങ്ങളിലൊക്കെ കാണാം, മഹാഭാരത യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണനെ വരെ ദൂതനായി അയച്ചിട്ടുണ്ട്. എത്രയോ അവസരങ്ങള് പാണ്ഡവര് കൗരവർക്ക് കൊടുത്തിട്ടുണ്ട്. ബാല്യകാലം മുതല് പാണ്ഡവര് കൗരവരുടെ ആ ഉപദ്രവമൊക്കെ സഹിക്കുന്നവരാണ്. വേണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ആ ഭീമന്റെ ശക്തിയൊക്കെ കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഈ കൗരവരെ ഇല്ലാതാക്കാമായിരുന്നു. പക്ഷെ അതൊക്കെ സഹിച്ച് അവസാനത്തെ ഒരു ഏറ്റവും വലിയ ഒരു ശ്രമമായിട്ട് ഭഗവാനെ തന്നെ ദൂതിനയച്ചു. അവസാനം ഒരു വീടെങ്കിലും തങ്ങൾക്ക് തരൂ എന്ന് വരെ ചോദിക്കുകയുണ്ടായി. അപ്പൊ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഇങ്ങനെ ധാരാളമായിട്ട് കൊടുക്കുകയാണ്. ഇനി രാമായണത്തിലായാലും ഹനുമാനെ ദൂതിനയച്ച സമയത്ത് ഹനുമാൻ പറയുന്നുണ്ട്, ഇതാ ദേവിയെ ഈ സമയത്ത് അവിടേക്ക് ശ്രീരാമന് സമർപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. ആ സമയത്ത് രാവണൻ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് സമർപ്പിച്ചാലും രക്ഷപ്പെടാമായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ അസുരന്മാരുടെ കഥകൾ മാത്രമല്ല, പുരാണങ്ങള് ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ ആശയങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്കൊക്കെ തരുന്ന അവസരങ്ങൾ, പലപ്പോഴും നമുക്ക് തെറ്റുകൾ പറ്റിയാലും പല അവസരങ്ങളും നമുക്ക് ഭഗവാൻ തരുന്നുണ്ട്. ഏതൊരു സത്സംഗമായാലും
അപ്പൊ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളായാലും ഇതുപോലെയുള്ള അവസരങ്ങളായാലും നമുക്ക് ഓരോ സമയത്തും ഭഗവാൻ നമ്മളോട് പറയാണ്, ഗ്രന്ഥങ്ങളായാലും. അപ്പൊ അതുപോലെയാണ്, അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. തെറ്റുകള് പറ്റും, പക്ഷെ അത് തിരിച്ചറിഞ്ഞ് അത് തിരുത്തി മുന്നോട്ട് പോവാനുള്ള അവസരങ്ങൾ നമുക്ക് തരുന്ന സമയത്ത് അത് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഭാഷ്കലനും ദുർമുഖനും പതിവ് പോലെ തന്നെ ഇതൊന്നും കേട്ടില്ല, യുദ്ധത്തിനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം അവിടെ നടക്കുന്നു. ഭാഷ്കലനെ ദേവി ഒരു വലിയ ശൂലം ഉപയോഗിച്ച് വധിച്ചു. വീണ്ടും ഭാഷ്കലൻ വീണത് കണ്ട സമയത്ത് ദുർമുഖൻ അതിശക്തനായിട്ട് മുന്നോട്ട് ധൈര്യത്തോടെ വന്നു യുദ്ധത്തിനായിട്ട്. ആ ദുർമുഖനെ ഒരു വലിയ വാളുകൊണ്ട് വധിച്ചു. അപ്പൊ ഇത് മഹിഷാസുരന്റെ കാതിലെത്തി. വീരന്മാരായിട്ടുള്ള ഈ 2 അസുരന്മാരും കൊല്ലപ്പെട്ടു എന്ന് കേട്ട സമയത്ത് വീണ്ടും മഹിഷാസുരൻ എല്ലാവരെയും വിളിച്ച് കൂടിയാലോചന നടത്തുകയാണ്. എന്നിട്ട് പറയാണ്, കാലോഹി ബലവാൻ കർത്ത. ഇപ്പോഴും മഹിഷാസുരൻ പറയുന്നത് ഇത് എന്തോ കാലക്കേടാണ് എന്നുള്ളതാണ്. കാലമാണ് എല്ലാം നിശ്ചയിക്കുന്നത്. ഇപ്പൊ എനിക്കെന്തോ ഒരു മോശം കാലമാണ് ഏറ്റവും ബലവാൻ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കൂടിയാലോചനകൾക്കൊന്നും ഒരു കുറവുമില്ല. ആരോട് കൂടിയാണ് ഈ ആലോചിക്കുന്നത്? തന്നെ പോലെ തന്നെ വിഡ്ഢികളായിട്ടുള്ള അസുരബുദ്ധികളായിട്ടുള്ളവരുമായിട്ടാണ്. അപ്പൊ അവരൊക്കെ ഉപദേശിക്കുന്നതോ വീണ്ടും യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ്. അല്ലാതെ ദേവി പറഞ്ഞതുപോലെ പാതാളത്തിലേക്ക് തിരിച്ചു പോകാൻ ആരും ഉപദേശിക്കുന്നില്ല. അപ്പം നല്ല മന്ത്രിമാരുണ്ടെങ്കിലേ നല്ല രാജാവും ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നല്ല ഭരണവും ഉണ്ടാവുകയുള്ളൂ. രാജാവിന്റെ കണ്ണുകളാണ് മന്ത്രിമാരും ചാരന്മാരും എന്നൊക്കെ പറയും. അപ്പൊ രാജാവ് മന്ത്രിമാരുമായിട്ട് കൂടി ആലോചിക്കുന്ന സമയത്ത് നല്ല വഴി മന്ത്രിമാര് ഉപദേശിച്ചു കൊടുക്കണം. ഇവിടെ മഹിഷാസുരന്റെ മന്ത്രിമാരെ പോലെ മന്ത്രിമാരും ഈ ചീത്ത വഴി തന്നെയാണ് ഉപദേശിക്കുന്നതെങ്കിൽ പിന്നെ രക്ഷയില്ല. എന്തായാലും ഈ ആലോചിക്കുന്ന സമയത്ത് ചിക്ഷുരൻ പറയാണ്, അങ്ങൊട്ടും പേടിക്കേണ്ട, ഞാൻ പോയി യുദ്ധം ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ ഒന്നും പഠിക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെ അസുരബുദ്ധികളായവര് ഇപ്പൊ നേരത്തെ പോയ താമ്രനും ഭാഷ്കലനും ദുർമുഖനും ഒക്കെ സംഭവിച്ചതും ഒക്കെ കണ്ടു. എങ്കിലും വിചാരിക്കുന്നത് എന്താണ്? അവർക്കെന്തോ അബദ്ധം പറ്റി, ഞാൻ പോയി രക്ഷപ്പെട്ടു വരും എന്നാണ് വിചാരിക്കുന്നത്. മഹാഭാരതത്തില് യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നുള്ളത്. അപ്പൊ യുധിഷ്ഠിരൻ പറയുന്നത്, എല്ലാവരും ചുറ്റിലുള്ള എല്ലാവരും ജനിക്കുന്നതും മരിക്കുന്നതും എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വിചാരിക്കുന്നു ഞാൻ മരിക്കില്ല, ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. അപ്പൊ ഈ അപകടം പറ്റുന്നത്, അബദ്ധം പറ്റുന്നതൊക്കെ മറ്റുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ, എനിക്കൊന്നും സംഭവിക്കില്ല എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അതുകൊണ്ടാണ് പല പല അനുഭവങ്ങൾ ചുറ്റിലും കണ്ടിട്ടും നമ്മളൊന്നും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതെ വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതാ ചിക്ഷുരൻ പറയാണ്, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം, ഞാൻ പോയി യുദ്ധം ചെയ്ത് ജയിച്ചു വരാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. ചിക്ഷുരനെ കണ്ട ഉടനെ ദേവി ഉഗ്രമായ വിധത്തിൽ അലറുന്നു. അപ്പൊ അത് കേട്ടപ്പോ ചിക്ഷുരൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ അലറുന്നത്? സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? സ്ത്രീകൾ ഈ യുദ്ധം ചെയ്യാനും ഒന്നും വേണ്ടിയിട്ടുള്ളവരല്ല. അവരുടെ യുദ്ധം ഭ്രൂകടാക്ഷാദികളാലാണ് എന്ന് പറയും. അതായത് ഈ കടാക്ഷങ്ങളെ കൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കുക, പുരുഷന്മാരെ ജയിക്കുക, പുരികക്കൊടികളുടെ ചലനങ്ങളെ കൊണ്ട് പുരുഷന്മാരെ ആകർഷിക്കുക, ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ സ്ത്രീകളുടെ ജോലി ഇതൊക്കെയാണോ? ഇങ്ങനെ അലറുക, യുദ്ധത്തിനായിട്ട് പുറപ്പെടുക, ഇതൊക്കെയാണോ സ്ത്രീകൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ അസുരബുദ്ധി എന്ന് പറയുന്നത്. സ്ത്രീകളെ ഇങ്ങനെ ഈ കാമമോഹിതകളായിട്ട്, അല്ലെങ്കിൽ പുരുഷന്മാർക്കുള്ള ഒരു പുരുഷന്മാരുടെ ഒരു ഉപകരണമായിട്ട് അങ്ങനെ കാണുന്ന ഒരു ബുദ്ധിയാണിത്. ഇപ്പൊ സ്ത്രീകൾക്ക് എന്തോ യുദ്ധം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മറ്റൊന്നും പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഇതൊക്കെ കേട്ട സമയത്ത്
ദേവി പറയുന്നത്, നീ ഇപ്പൊ വലിയ തത്വമൊക്കെ പറഞ്ഞു, സ്ത്രീകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടാൽ തോന്നും നീ കുറെ ധർമ്മശാസ്ത്രവും കുറെ നീതിസാരവും അതൊക്കെ പഠിച്ച് പണ്ഡിതനായിട്ടിരിക്കുകയാണെന്ന് തോന്നും. പക്ഷെ പറയുന്നതാവട്ടെ ശുദ്ധ വിഡ്ഢിത്വമാണ്. ഒന്നും പഠിച്ചിട്ടില്ല, എന്നാൽ പിന്നെ എല്ലാം പഠിച്ചവനെ പോലെ പറയുന്നു. എന്തായാലും എനിക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിന്റെ രാജാവിനോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരാൻ പറയൂ, അല്ലെങ്കിൽ ഓടിപ്പോകാൻ പറയൂ. ഇത് കേട്ട സമയത്ത് വളരെ ക്രോധത്തോടെ ഇതാ ചിക്ഷുരന് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം കൂടി വന്ന സമയത്ത് അല്പസമയത്തിനുള്ളിൽ ചിക്ഷുരൻ ബോധം കെട്ട് വീണു. പിന്നീട് വീണ്ടും മുമ്പ് ഓടിപ്പോയ താമ്രൻ യുദ്ധമുഖത്തേക്ക് വരികയാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് തന്റെ അതിമഹത്തരമായ ആ വാളുകൊണ്ട് താമ്രനെ വധിച്ചു. കൂടാതെ അവിടെ അതാ ബോധം കെട്ട് വീണ് കിടക്കുന്ന ചിക്ഷുരൻ വീണ്ടും വന്ന സമയത്ത് 5 ബാണങ്ങൾ ഒരുമിച്ച് ആ ചിക്ഷുരനെ വധിക്കുന്നു. പിന്നീട് വരുന്നത് അസിലോമൻ, ബിഡാലൻ എന്നു പേരുള്ള 2 അസുരന്മാരാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടും ഒന്നും തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും വരികയാണ്. അങ്ങനെ അവര് വന്ന് യുദ്ധം തുടങ്ങി. അവര് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു കുറ്റവും ചെയ്യാത്ത ഈ അസുരന്മാരെയൊക്കെ കൊന്നത് എന്നാണ് അവര് ചോദിക്കുന്നത്. അപ്പൊ ഇവരൊന്നും നിന്നോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, നിന്റെ ഗുണത്തിനായിട്ടാണ് പറഞ്ഞത്. ഇതാ ഞങ്ങളുടെ രാജാവിന്റെ ത്രൈലോക്യ വിജയിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വീരനായിട്ടുള്ള ആ രാജാവിന്റെ പട്ടമഹിഷിയാകൂ എന്ന് നിനക്ക് ഗുണം വരുന്ന കാര്യമാണ് അവരൊക്കെ വന്ന് പറഞ്ഞത്. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവങ്ങളെയൊക്കെ എന്തിനാണ് വധിച്ചത് എന്നാണ് അസിലോമനും ബിഡാലനും ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് ദേവി പറയുന്നു, ധർമാർത്ഥം വിചരാമ്യത്ര സംസാരേ സാധുരക്ഷണം വ്രതമേതത്തു നിയതം പാലയാമി നിജം സദാ. ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ കൊന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടെയൊക്കെ സഞ്ചരിക്കുന്നത് ധർമാർത്ഥമാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ. ഞാൻ വന്നിരിക്കുന്നതും ഞാൻ ഇവിടെയൊക്കെ നടക്കുന്നതും ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരെ കൊന്നത്. സാധുരക്ഷണം, ധർമ്മത്തെ സ്ഥാപിക്കണം, സജ്ജനങ്ങളെ സംരക്ഷിക്കണം. അപ്പൊ ഇവിടെ ഇതാ നിങ്ങളുടെ രാജാവിന്റെ ഈ ദുർഭരണം കൊണ്ട് നല്ല കാര്യങ്ങളൊന്നും ലോകത്ത് നടക്കുന്നില്ല, സജ്ജനങ്ങൾക്കൊന്നും സന്തോഷത്തോടെ താമസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ധർമ്മരക്ഷണത്തിനായിട്ടാണ് ഞാൻ വധിച്ചത്. ഇതെന്റെ വ്രതമാണ്, ഇത് ഞാൻ പാലിക്കും. ഇങ്ങനെ അപ്പൊ എന്തിനാണ് നിരപരാധികളെ കൊന്നത് എന്ന് ചോദിച്ചാൽ, അവര് ചെയ്തിരിക്കുന്ന അപരാധം ഇതാണ്. അവര് ധർമ്മത്തെ തളർത്തി അധർമ്മത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ എപ്പോഴാണോ ഗീതയിൽ പറഞ്ഞതുപോലെ, എപ്പോഴാണോ ധർമ്മം താഴുകയും അധർമ്മം ഉയരുകയും ചെയ്യുന്നത്, അപ്പൊ ഭഗവാൻ അവതരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതാ ദേവി ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ഈ അസിലോമനും ബിഡാലനുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ വധിക്കുന്നു. അപ്പൊ ഇപ്പൊ ഏകദേശം വിശ്വസ്തരെല്ലാവരും കഴിഞ്ഞു. ഈ മഹിഷൻ ആകെ ക്രോധാവേശനായിട്ട് മനുഷ്യരൂപത്തിലാണ് ആദ്യം യുദ്ധം ചെയ്യാൻ വരുന്നത്. അപ്പൊ മനുഷ്യരൂപത്തിൽ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ അവിടെ പറയും, ഈ മഹിഷൻ വിചാരിച്ചത് തന്റെ ഈ പോത്തിന്റെ രൂപം കണ്ടിട്ടായിരിക്കും ദേവി തന്നെ വിവാഹം ചെയ്യാൻ സമ്മതിക്കാത്തത്. ഇനി മനുഷ്യരൂപത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള രൂപത്തിൽ ചെന്നാൽ തന്നെ വിവാഹം കഴിക്കുമായിരിക്കും എന്ന ചിന്തയോടെയാണ് മനുഷ്യരൂപത്തിൽ പോകുന്നത്. അങ്ങനെ അവിടെ മനുഷ്യരൂപത്തിൽ ദേവിയുടെ മുന്നിലെത്തി അദ്ദേഹത്തിന്റെ വളരെ നല്ല ഒരു പ്രഭാഷണമൊക്കെ ഉണ്ടായി. അപ്പൊ മഹിഷൻ പറയുന്നത് ഇതാണ്, എല്ലാവരും ജീവിക്കുന്നത് സുഖത്തിനായിട്ടാണ്. എല്ലാവരുടെയും ലക്ഷ്യം ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് സുഖം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴാണ് ഈ സുഖം ഉണ്ടാവുന്നത്? 2 പേര് തമ്മിൽ ചേരുന്ന സമയത്ത്. ഒരാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോ വലിയ സുഖമൊന്നുമില്ല. ഇപ്പൊ 2 പേര് തമ്മിൽ ചേരുക, അച്ഛനും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, അമ്മയും മകനും തമ്മിൽ, ഇങ്ങനെ
ചേരുന്ന സമയത്ത് ചേർച്ചയിലാണ് സുഖമുള്ളത്. അപ്പൊ ഈ ചേർച്ച എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും നല്ല ചേർച്ച സ്ത്രീയും പുരുഷനും തമ്മിലാണ്. അപ്പൊ ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചേർന്നിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇത്ര നല്ല സുന്ദരിയായിട്ടുള്ള നീ എന്തിനാണ് ഈ വലിയൊരു സുഖം വേണ്ടാന്ന് വെക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് തന്നെ സുഖത്തിനായിട്ടല്ലേ എന്നൊക്കെ ദേവിയോട് വളരെ വിശദമായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഇതാണ് ഈ അസുരബുദ്ധി എന്ന് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെയാണ് അസുരന്മാര് ചിന്തിക്കുന്നത്. ഈ ശരീരം എടുത്തിരിക്കുന്നത് സുഖത്തിനാണ്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാട് ആർഷദർശനം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇത് 4ഉം വേണം. ഈ 4ആണ് പുരുഷാർത്ഥങ്ങള്. അതിലെ കാമമുണ്ട് മൂന്നാമതായിട്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. പക്ഷേ അതിനു മുമ്പ് അതിന് അടിസ്ഥാനമായിട്ട് ധർമ്മം വേണം. ധർമ്മമാണ് ആദ്യത്തെ പുരുഷാർത്ഥം. ആ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തില് ധാർമ്മികമായിട്ട് സമ്പാദിക്കുന്ന അർത്ഥവും കാമവും അതൊക്കെ അനുഭവിക്കാം. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ധർമ്മം വേണം, ധാർമ്മികമായിട്ട് അർത്ഥം, കാമം ഇതൊക്കെ അനുഭവിച്ച് നമ്മൾ മോക്ഷത്തിലേക്ക് എത്തിച്ചേരണം. ഈ അസുരന്മാർക്കാണെങ്കിൽ അവരാദ്യത്തേത് അങ്ങോട്ട് വെട്ടും. ധർമ്മം വേണ്ട, അർത്ഥവും കാമവും മതി. അപ്പൊ അതാണ് അവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അസുരബുദ്ധികളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് സുഖിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ദേവിയെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്രഭാഷണമൊക്കെ നടത്തി. അപ്പൊ ദേവി ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നാഹം പുരുഷമിച്ഛാമി പരമം പുരുഷം വിനാ. ഞാൻ പരമപുരുഷനെ അല്ലാതെ വേറൊരു പുരുഷനെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ പരമപുരുഷൻ എന്ന് പറയുമ്പോൾ ഈ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവി, ആ ശിവശക്തി ഐക്യം. അപ്പൊ ആ പരമതത്വം എന്നുള്ളത് ദേവിയാണ്. അപ്പൊ ആ പരമതത്വത്തെ അല്ലാതെ വേറൊന്നിനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പരമതത്വമാണ്. ആ പരമപുരുഷനെ അല്ലാതെ വേറൊരു പുരുഷനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നീ ഇപ്പൊ കുറെ പറഞ്ഞു, എന്താണ് ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ചേർച്ച ഇങ്ങനെയൊക്കെ പറഞ്ഞു, നിന്നെ ഭർത്താവാക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ദേഹം എന്നുള്ളത്, എൻ്റെ ഈ മനോഹരമായിട്ടുള്ള ശരീരം കണ്ടിട്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ആഗ്രഹിച്ച് ഇതൊക്കെ പറഞ്ഞത്. ഈ ദേഹം എന്നുള്ളത് എത്ര വൃത്തികെട്ട ഒരു സാധനമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്? മലം, മൂത്രം, കഫം മുതലായ ഉള്ളിലുള്ളത് മുഴുവൻ അറയ്ക്കുന്ന സാധനങ്ങളാണ്. അതിനെ ഒരു നല്ല ഭംഗിയുള്ള തോല് കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ഉള്ളിലുള്ളത് മുഴുവൻ ഇങ്ങനത്തേതാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഈ ശരീരത്തെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇങ്ങനെ ഒക്കെ പറഞ്ഞ് ദേവി വീണ്ടും അവസാനത്തെ ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. ഈ അവസരമെങ്കിലും സ്വീകരിച്ചിരുന്നെങ്കിൽ മഹിഷൻ രക്ഷപ്പെടുമായിരുന്നു. അവസാനം പറയാണ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതാ ഇപ്പൊ നിനക്ക് പാതാളത്തിലേക്ക് പോവുകയാണെങ്കിൽ പോകാം, ഞാനൊന്നും ചെയ്യില്ല. ഈ ലോകങ്ങളൊക്കെ വിട്ട് ഈ ഭൂമിയും സ്വർഗലോകവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിന്റെ സ്ഥാനമായിട്ടുള്ള പാതാള ലോകത്തിലേക്ക് നിനക്ക് പോകാം, ഞാനൊന്നും ചെയ്യില്ല, ഇതാ രക്ഷപ്പെട്ടോളൂ. ഇനി അതല്ല, അങ്ങനെ പോവാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യൂ. ഇങ്ങനെ വീണ്ടും യുദ്ധത്തിന് തയ്യാറായ സമയത്ത്, ദേവിയുടെ ഈ വാക്കുകൾ കേട്ട സമയത്ത് മഹിഷൻ പറയാണ്, നിന്നെ ആരോ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്, ആരൊക്കെയോ വഞ്ചിച്ചിട്ടുണ്ട് നിന്നെ. നീ ഇതാ മുമ്പ് ഉണ്ടായിരുന്ന ആ മന്ദോദരിയെ പോലെ ആകും എന്ന് പറയാണ്. അപ്പൊ ഈ മന്ദോദരി എന്ന് പറഞ്ഞ സമയത്ത് ദേവി ചോദിക്കുന്നു, ആരാണ് ഈ മന്ദോദരി എന്ന് ചോദിക്കുന്നു. അപ്പൊ ദേവിക്ക് അറിയാത്തത് കൊണ്ടൊന്നുമല്ല, അവിടെ ഇതാ ആ കഥ അത് സാന്ദർഭികമായിട്ട് അവിടെ പറയണം എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഈ അസുരന്മാര് ചിന്തിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാനും കൂടിയാണ്. അപ്പൊ മന്ദോദരി എന്നു പേരുള്ള ഒരു രാജകുമാരിയുടെ കഥ സാന്ദർഭികമായിട്ട് മഹിഷാസുരൻ അവിടെ പറയുകയാണ്. പണ്ട് സിംഹളം എന്നു പേരുള്ള ഒരു രാജ്യത്ത് ചന്ദ്രസേനൻ എന്നു പേരുള്ള വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള
കീർത്തിമാനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു. ഗുണവതി എന്ന പേരുള്ള ഭാര്യയും ഉണ്ടായിരുന്നു. പേര് പോലെ തന്നെ ഗുണവതിയായിരുന്നു. അവർക്ക് ആദ്യത്തെ മകളായിട്ട് മന്ദോദരി എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായി. അപ്പൊ ഈ പെൺകുട്ടി വളർന്നു വരുന്ന സമയത്ത് അച്ഛനമ്മമാർക്ക് ഇവളെ നല്ല ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ അവരങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ആലോചനകളൊക്കെ നടത്താൻ തുടങ്ങി. പക്ഷേ ഈ മന്ദോദരിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇവരുടെ ആഗ്രഹം മദ്രദേശത്തിന്റെ അധിപനായിട്ടുള്ള സുധന്വാവ് എന്നു പേരുള്ള ഒരു രാജാവിന്റെ മകനായിട്ടുള്ള കമ്പുഗ്രീവൻ എന്നു പേരുള്ള ഒരു കീർത്തിമാനായിട്ടുള്ള രാജകുമാരനുണ്ട്. അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് ചന്ദ്രസേനൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ കാര്യം അമ്മ വഴി പെൺകുട്ടിയെ അറിയിച്ച സമയത്ത് എനിക്ക് വിവാഹം വേണ്ട എന്നാണ് മന്ദോദരി പ്രതികരിക്കുന്നത്. വിവാഹം കഴിച്ചാലുള്ള ദോഷങ്ങളൊക്കെ പറയാണ്. അവനവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. കാരണം ഭർത്തൃമതിയായിട്ട് വേറൊരു ഗൃഹത്തിലേക്ക് പോവണം, അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രമല്ല പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം. ചിലപ്പോ ഭർത്താവ് വേറെ ദേശങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പല പല ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം വർഷങ്ങളൊക്കെ വിട്ടു നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ ഈ വിരഹ ദുഃഖം. അതുപോലെ ആ കാലത്ത് രാജാക്കന്മാർക്ക് ബഹുഭാര്യാത്വം സർവ്വസാധാരണമായിരുന്നു. ഇനി ആദ്യം എന്നെ വിവാഹം കഴിച്ച് പിന്നീട് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമയത്ത് സപത്നി ദുഃഖം. അപ്പൊ ഈ സപത്നിമാരുണ്ടായാലുള്ള ദുഃഖം അത് സ്ത്രീകൾക്ക് വളരെ വലിയൊരു ദുഃഖമാണ്. ഇനി അതുപോലെ ഈ ഭർത്താവ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ മരിച്ചു പോയാൽ അതിദുസ്സഹമായിട്ടുള്ള വൈധവ്യ ദുഃഖം, ഇതൊക്കെ വരാം. അപ്പൊ ഇപ്പോഴാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ വളരെ സന്തോഷമായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പൊ വിവാഹം കഴിച്ചിട്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഈ ദുഃഖങ്ങളൊന്നും എനിക്ക് അനുഭവിക്കാൻ വയ്യ, വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പൊ അച്ഛനും അമ്മയും നിർബന്ധിച്ചില്ല. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. യുവതിയായി. ഒരു ദിവസം ഉദ്യാനത്തില് തോഴിമാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു രാജാവ്, കോസലത്തിന്റെ അധിപതിയായിട്ടുള്ള വീരസേനൻ എന്നു പേരുള്ള രാജാവ് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് അവിടെ എത്തിച്ചേർന്നു. ഈ രാജാവും മന്ദോദരിയോട് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തോഴി മുഖേന അറിയിക്കുകയാണ്. ഈ ഒരു കാര്യവും മന്ദോദരി നിരസിക്കുന്നു. എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുകയാണ്. ആ രാജാവ് മടങ്ങിപ്പോയി. ഇങ്ങനെ രണ്ട് നല്ല വിവാഹാലോചനകൾ വന്ന സമയത്ത് അവരെ രണ്ടുപേരെയും നിരസിച്ചു. പിന്നീട് മന്ദോദരിയുടെ അനുജത്തിയായിട്ടുള്ള ഇന്ദുമതിയുടെ സ്വയംവരം നിശ്ചയിച്ചു. ആ സ്വയംവരത്തിന് പങ്കെടുക്കാനായിട്ട് വന്ന ചാരുദേഷ്ണൻ എന്നു പേരുള്ള ഒരു രാജാവിനെ കണ്ട് മന്ദോദരിക്ക് താല്പര്യം തോന്നുകയാണ്. അത് തൻ്റെ അച്ഛനെ അറിയിച്ച് ആ ചാരുദേഷ്ണനെ വിവാഹം കഴിച്ചു. അവിടെ പറയും കാലവശാത് എന്ന് പറയും. ഈ കാലക്കേട് കൊണ്ട് അല്ലെങ്കിൽ വിധിയുടെ പ്രേരണ കൊണ്ട് എന്നൊക്കെ പറയാണ്. മുമ്പ് രണ്ട് നല്ല രണ്ട് ആലോചനകൾ ഒഴിവാക്കിയിട്ട് എന്തോ ആ ഒരു കാലത്തിന്റെ പ്രേരണ കൊണ്ട് ഇദ്ദേഹത്തോട് ഇഷ്ടം തോന്നി. അങ്ങനെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഒരു ദിവസം തൻ്റെ ഒരു ഭൃത്യന്റെ പത്നിയുമായിട്ട് രാജാവിനെ കാണുകയാണ് മന്ദോദരി. അപ്പൊ അങ്ങനെ കണ്ട സമയത്ത് വളരെയധികം ദുഃഖം തോന്നി. ആ മന്ദോദരി പലതരത്തില് വിലപിക്കുകയാണ്, പറയാണ് എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഞാൻ വിവാഹം കഴിക്കരുതായിരുന്നു, വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, ഇത്രയും വലിയൊരു സങ്കടം വന്നിട്ട് ആത്മഹത്യ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, ഇനി തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കൊട്ടാരത്തിലേക്ക് പോവാൻ അതും സാധിക്കില്ല, അതും ശരിയല്ല, അതുകൊണ്ട്
ഞാനിതാ ഇവിടെ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചിട്ട് ഞാനിങ്ങനെ ഇവിടെ കഴിയാം എന്നൊക്കെ പറഞ്ഞ് വളരെ ദുഃഖിച്ച് മന്ദോദരി ഇരിക്കുകയാണ്. അപ്പൊ ഈ കഥയാണ് മഹിഷൻ ദേവിയോട് പറയുന്നത്. അപ്പൊ ഇതുപോലെ ആയിത്തീരും നീ, ഇത്ര നല്ല ഒരു അവസരം വന്നിട്ട് ഈ ത്രൈലോക്യ വിജയിയായിട്ടുള്ള ഞാൻ ഇവിടെ വന്ന് നിന്നെ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന സമയത്ത് ഈ നല്ല ഒരു അവസരം നിഷേധിച്ചാൽ ഇതുപോലെ നിനക്ക് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ ദേവിയെ ഉപദേശിക്കുകയാണ്. ദേവി ഇതൊക്കെ കേട്ട് വളരെ പരിഹാസത്തോടു കൂടി ചിരിച്ചു. വീണ്ടും യുദ്ധത്തിനായിട്ട് ഒരുങ്ങി. അവിടെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ദേവിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മായ പ്രയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള രൂപങ്ങൾ സ്വീകരിച്ച് യുദ്ധം ചെയ്യാണ്. ആദ്യം സിംഹമായിട്ട് വന്നു. അപ്പോൾ ആ സിംഹത്തെ ദേവി ആക്രമിക്കുന്ന സമയത്ത് ആ രൂപം മാറി ആനയായിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെ പല പല രൂപങ്ങളില്. അപ്പൊ ആരോടാണ് ഈ മായ പ്രയോഗിക്കുന്നത്? ആ സാക്ഷാൽ യോഗമായ ദേവിയോടാണ് ഈ മായയൊക്കെ പ്രയോഗിക്കുന്നത്. അത് മഹിഷാസുരന് അറിയില്ല. എന്തായാലും എല്ലാ മായയും പ്രയോഗിച്ചു. പല പല രൂപങ്ങളിൽ വന്ന് യുദ്ധം ചെയ്തു. ഒടുവിൽ ഒരു രക്ഷയും ഇല്ല. ദേവി സുനാഭം എന്നു പേരുള്ള ഒരു ചക്രായുധം കൊണ്ട് ആ മഹിഷാസുരനെ വധിച്ചു. അങ്ങനെ ഈ ലോകത്തിന് മുഴുവൻ അപകടം ചെയ്യുന്ന, ലോകത്തെ മുഴുവൻ ഉപദ്രവിക്കുന്ന മഹിഷാസുരൻ കൊല്ലപ്പെട്ട സമയത്ത് ദേവന്മാരൊക്കെ ഇതാ പുഷ്പവൃഷ്ടി ചെയ്യുന്നു. ഗന്ധർവന്മാരൊക്കെ അതിമനോഹരമായിട്ട് അവരുടെ ആ സന്തോഷം പാടുന്നു. അതുപോലെ ഇതാ അപ്സര സ്ത്രീകളൊക്കെ നൃത്തം ചെയ്യുന്നു. ഇങ്ങനെ ലോകം മുഴുവൻ മഹിഷാസുരന്റെ മരണത്തിലും അതുപോലെ ആ ദേവിയുടെ വിജയത്തിലും ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ്. മഹിഷാസുരൻ വീണത് കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന ആ അസുരന്മാരൊക്കെ പേടിച്ചോടുകയാണ്. ആ അസുരന്മാരെയൊക്കെ സിംഹം ഇതാ തിന്നാൻ തുടങ്ങുന്നു. അങ്ങനെ എല്ലാവരും ഈ മഹിഷാസുരമർദിനി വിജയം, മഹിഷാസുരമർദിനി സ്തോത്രമൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു വിജയം ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ കഥയൊക്കെ പറഞ്ഞു നിർത്തിയ സമയത്ത് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ആരാണോ ഉപദ്രവം ചെയ്യുന്നത് അയാളുടെ നാശമാണ് കാണുന്നത്. അപ്പോ പേരുകൾക്ക് അല്ല പ്രസക്തി. അത് മഹിഷാസുരനായിക്കോട്ടെ, ഇനിയിപ്പോ നമ്മൾ നാളെ ശുംഭ നിശുംഭന്മാരുടെ കഥ കേൾക്കും. ശുംഭ നിശുംഭന്മാരാവട്ടെ, അല്ലെങ്കിൽ ചണ്ടനും മുണ്ടനും അവരാവട്ടെ, രക്തബീജനാവട്ടെ, ആ പേര് എന്നുള്ളതല്ല, ആരാണ് എന്നുള്ളതല്ല, അവരുടെ പ്രവൃത്തി എന്തായിരുന്നു? മറ്റുള്ളവർക്ക് ദ്രോഹമായിരുന്നു. ഒരു സുഭാഷിതത്തിൽ പറയും, അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം. ഈ 18 പുരാണങ്ങളിലും കൂടി വ്യാസൻ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. വ്യാസസ്യ വചനദ്വയം, 18 പുരാണങ്ങൾ എഴുതിയിട്ട് 2 കാര്യങ്ങളാണ് വ്യാസൻ പറഞ്ഞത്. പരോപകാര പുണ്യായ, പരോപകാരം ചെയ്യുന്നത് പുണ്യത്തിന് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പുണ്യത്തിനാണ്. പാപായ പരപീഡനം, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് പാപത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരും. എല്ലായ്പ്പോഴും ധർമ്മത്തിന് മാത്രമേ ഇവിടെ വിജയം ഉണ്ടാകുന്നുള്ളൂ, ആത്യന്തികമായിട്ടുള്ള വിജയം ഉണ്ടാകുന്നുള്ളൂ. താൽക്കാലികമായിട്ട് ചിലപ്പോ ഈ അസുരന്മാരുടെ കാര്യത്തില് എല്ലാ ലോകങ്ങളും ജയിച്ചു, സുഖങ്ങളൊക്കെ അനുഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ തൽക്കാലം കുറച്ചു സമയത്തേക്ക് എന്തെങ്കിലും സുഖം ഉണ്ടായി എന്നൊക്കെ വരാം. പക്ഷേ ആത്യന്തികമായിട്ടുള്ള വിജയം ധർമ്മത്തിന് തന്നെ ആയിരിക്കും. അതാണ് ഈ മഹിഷാസുര മർദിനിയുടെ ഈ കഥയിലൂടെ പറയുന്നത്. ഇവിടെ ധർമ്മം മാത്രമേ വിജയിക്കുകയുള്ളൂ. ദേവി പറഞ്ഞതുപോലെ എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് താഴ്ചയും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്നത്, അപ്പൊ ദേവി അവതരിക്കുക തന്നെ ചെയ്യും. അത് ഏത് രൂപത്തിലും ആവാം. ചിലപ്പോ ഒരു സുന്ദരിയുടെ രൂപത്തിലാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിയുടെ രൂപത്തിലാവാം. എന്ത് രൂപം എന്നുള്ളതൊന്നും പ്രസക്തമല്ല. ദേവി അവതരിക്കുക തന്നെ ചെയ്യും. സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ അതാണ് ഇവിടെ ഓരോ കഥയിലൂടെയും ആവർത്തിക്കുന്നത്.
അതാണ്. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് കുറച്ച് സുഖം കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അധാർമിക പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നതാണ് ഓരോ കഥയിലൂടെയും സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഇതാ ദേവന്മാരൊക്കെ അതിഗംഭീരമായിട്ട് ഈ മഹിഷാസുര മർദിനിയെ സ്തുതിക്കുന്നു. വളരെ വലിയ ഒരു സ്തുതിയാണ്, വളരെ വിശദമായിട്ടുള്ള ഒരു സ്തുതിയാണ്. ബ്രഹ്മാ സൃജത്യവതി വിഷ്ണുരിതം മഹേശ ശക്ത്യാ തവൈവ ഹരതേ നനു ചാന്തകാലേ. ഇങ്ങനെയാണ് സ്തുതി തുടങ്ങുന്നത്. ബ്രഹ്മാ സൃജതി വിഷ്ണുഹു അവതി മഹേശഃ ഹരതേ. ബ്രഹ്മാവ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു, മഹാവിഷ്ണു രക്ഷിക്കുന്നു, പാലനം ചെയ്യുന്നു, മഹേശൻ സംഹരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ശക്ത്യാ തവൈവ, തവ ശക്തിയാ ഏവ, ദേവി അങ്ങയുടെ ഭവതിയുടെ ശക്തിയാലാണ്. സൗന്ദര്യലഹരിയിൽ പറയുന്നത് പോലെ ആ ശക്തിയില്ലെങ്കിൽ എന്താണ്, ഒരു പുൽക്കൊടിക്ക് പോലും ഇളകാൻ കഴിയില്ല, ഒന്ന് ഇളകാൻ പോലും കഴിയില്ല. നിന്റെ ശക്തി കൊണ്ടാണ്, ദേവിയുടെ ശക്തി കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ബ്രഹ്മാവ് രക്ഷിക്കുന്നു, മഹാവിഷ്ണു ഇതിനെ പാലിക്കുന്നു, മഹേശൻ സംഹരിക്കുന്നു. ശക്ത്യാ തവൈവ, ദേവിയുടെ ശക്തി കൊണ്ട്. ആ ശക്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ശക്തി ഇല്ലെങ്കിൽ ഒന്നും സാധിക്കുകയില്ല. ഈശാനതേപിച്ച ഭവന്തി തയാ വിഹീന തസ്മാത് ത്വമേവ ജഗതസ്ഥിതിനാശകർത്രേ. അതുകൊണ്ട് ഭവതി തന്നെയാണ്, ദേവി തന്നെയാണ് ഈ ലോകത്തിന്റെ സ്ഥിതിയും നാശവും ഒക്കെ ചെയ്യുന്നത്. കീർത്തിർമതി സ്മൃതിഗതി കരുണാദയാത്വം ശ്രദ്ധാ ധൃതിശ്ച വസുധ കമലാജപാച. കീർത്തി ദേവിയാകുന്നു, സ്മൃതി ദേവിയാകുന്നു, പരമയായിട്ടുള്ള ഗതി ദേവിയാകുന്നു, ഏറ്റവും വലിയ കരുണ അത് ദേവിയാകുന്നു, ദയ ദേവിയാകുന്നു. ഇങ്ങനെ എന്തെന്തൊക്കെയുണ്ടോ അതൊക്കെ ദേവിയാണ് എന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഇവിടെ എന്തെന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ, സർവം ത്വമേവ, എന്തൊക്കെ ഇവിടെയുണ്ടോ, കാണാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയ്ക്ക് ചെറിയ ജീവി മുതൽ പരമാണു മുതൽ ഏറ്റവും വലുത് വരെ, ഇവിടെ ഇളകുന്നതും ഇളകാത്തതുമായിട്ട് സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ദേവി തന്നെയാണ്. സർവം ത്വമേവ, എല്ലാത്തിലും ഉള്ള ആ ചൈതന്യം, ആ പരമതത്വം ദേവി തന്നെയാണ്. ആ ദേവിയുടെ ശക്തിയെ കൂടാതെ ഇവിടെ ഒന്നും സാധിക്കുകയില്ല. ഇങ്ങനെ അപേക്ഷിക്കുകയാണ് ദേവിയോട്, ഞങ്ങൾക്ക് ഇനിയും ഈ ഭക്തി ഞങ്ങളുടെ മനസ്സിലുണ്ടാകണേ. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഈ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന സാധാരണക്കാരോട് അങ്ങേക്ക് കരുണ തോന്നണേ. അവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അവരോട് കരുണ തോന്നി അവരെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യഥാർത്ഥത്തിൽ ഈ അസുരന്മാരോട് ദേവിക്ക് കരുണയാണുള്ളത്. കാരണം ദേവി വന്ന് അവരെ സംഹരിക്കുന്ന സമയത്ത് അവർക്ക് ഗതി കിട്ടുന്നു. അവര് ഭാവിയിലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും നല്ല രീതിയിലാവുന്നു. അങ്ങനെ അവരോടുള്ള കരുണ കൊണ്ടാണ് ദേവി തന്നെ നേരിട്ട് അവതരിച്ചു അവരെ വധിക്കുന്നത്. അങ്ങനെ എല്ലാവരോടും കരുണയുള്ളവളാണ് ദേവി, എല്ലാവരുടെയും അമ്മയാണ്, ഈ ലോകത്തിന്റെ മാതാവാണ്, ജഗന്മാതാവാണ്. വീണ്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരെയും രക്ഷിക്കണേ. ദേവി വളരെ സന്തോഷത്തോടു കൂടി ചോദിക്കുന്നു, ഇനി എന്താണ് നിങ്ങളുടെ ആഗ്രഹം, എന്താണ് നിങ്ങൾക്ക് വരം വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ദേവന്മാർ പറയുന്നു, ഇനിയും ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, ഞങ്ങളുടെ മനസ്സിലുള്ള ഭക്തി ഒരിക്കലും ഇല്ലാതെയാവരുത്, എപ്പോഴും ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ആ ദേവന്മാരുടെ സ്തുതികളൊക്കെ കേട്ടുകൊണ്ട് വളരെ സന്തുഷ്ടയായിട്ട് ദേവി അവിടെ നിന്ന് മറയുന്നു. പിന്നീട്
എന്താണ് ഉണ്ടായത് എന്ന് ജനമേജയൻ ചോദിക്കുന്നു. അപ്പൊ പറയുന്നു അവിടെ അയോധ്യാധിപതിയായിട്ടുള്ള ശത്രുഘ്നൻ എന്നു പേരുള്ള ഒരു രാജാവിനെ പിന്നീട് അവിടെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അദ്ദേഹത്തിന്റെ കാലത്ത് വളരെ നല്ല ഭരണമായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ എന്താണ് നല്ല ഭരണം എന്ന് ചോദിക്കുന്ന സമയത്ത് അത് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നല്ല ഭരണമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നല്ല ഭരണം എന്ന് പറയണല്ലോ. അത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 20ഓളം ശ്ലോകങ്ങളില് ആ കാലത്ത് എങ്ങനെയായിരുന്നു രാജ്യം, അതായത് അതുവരെ മഹിഷാസുരന്റെ ആ ദുർഭരണത്തില്, ആ ഏകാധിപത്യത്തില് ഉണ്ടായിരുന്ന ആ രാജ്യം, യാതൊരു നല്ല കർമ്മങ്ങളൊന്നും നടക്കാതെ എല്ലായിടത്തും ഹിംസയും ക്രൂരതയും മാത്രം ഉണ്ടായിരുന്ന ആ രാജ്യത്ത് പിന്നീട് എങ്ങനെയായിരുന്നു എന്ന് പറയാണ്. പർജന്യ കാലവർഷീച ധരാ ധാന്യഗുണാവൃത പാദപാ ഫലപുഷ്പാഠ്യ ബഭൂവു സുഖദാ സദാ. മേഘങ്ങളൊക്കെ അതത് സമയത്ത് പെയ്തിരുന്നു, കിട്ടേണ്ട സമയത്ത് മഴ കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് നല്ല ഭരണത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ ഭാഗവതത്തിൽ കാണും, പല പുരാണങ്ങളിലും കാണാറുണ്ട്. യുധിഷ്ഠിരന്റെ ഭരണം പറയുന്ന സമയത്ത്, അതുപോലെ രാമായണത്തിലാണെങ്കിൽ ശ്രീരാമന്റെ രാജ്യഭരണം വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോ പ്രകൃതിയൊക്കെ വളരെ സന്തുഷ്ടയായിട്ടിരിക്കും എന്നാണ്. ഇപ്പൊ മഴ കിട്ടേണ്ട സമയത്ത് മഴ കിട്ടും, വെയിലുണ്ടാവേണ്ട സമയത്ത് വെയിലായിരിക്കും. അങ്ങനെ കാലങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ പ്രസാദിച്ചുകൊണ്ട് ഇരിക്കും. ഭൂമി എങ്ങനെ ഉണ്ടാവും? ധാന്യഗുണാമൃത. ഭൂമിയൊക്കെ വളരെ സമ്പൽ സമൃദ്ധമായിട്ട് ധാന്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടായി, സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വളരെ ഫലപുഷ്പങ്ങളോട് കൂടിയിട്ട്. പാദപാ ഫലപുഷ്പാഠ്യ. വൃക്ഷങ്ങളൊക്കെ വളരെ നന്നായിട്ട് പൂത്ത് കായ്ക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ്. എങ്ങനെയാണോ രാജാവ്, അദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയാണോ അതനുസരിച്ചിട്ട് പ്രകൃതി പോലും പ്രതികരിക്കും എന്നുള്ളതാണ്. അപ്പോ മഴ കിട്ടുന്നില്ലെങ്കിൽ എന്തോ ഭരണത്തിൽ എന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു പിശക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങള് പറയുന്നത്. അങ്ങനെ പ്രകൃതി പോലും സന്തോഷിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ബഭൂവു സുഖദാ സദാ. എല്ലാം പർവ്വതങ്ങളാവട്ടെ, നദികളാവട്ടെ, സൂര്യചന്ദ്രന്മാരാവട്ടെ, മേഘങ്ങളാവട്ടെ, എല്ലാവരും സുഖം തരുന്നവരായിരുന്നു. ഇപ്പൊ മഴ അധികം പെയ്താലും കുറച്ച് പെയ്താലും പ്രശ്നമാണ്. അപ്പൊ നമുക്ക് നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള അളവുണ്ട്. ആ രീതിയിൽ കുറയാതെയും കൂടാതെയും ഇരിക്കണം. ഈ രീതിയിൽ മഴ പെയ്തു. അതുപോലെ സസ്യങ്ങളൊക്കെ അതിന്റെ സമയത്ത് കായ്ച്ചു, കായ്ക്കേണ്ട സമയത്ത് കായ്ക്കുന്നു, പുഷ്പിക്കേണ്ട സമയത്ത് പുഷ്പിക്കുന്നു. ഇങ്ങനെ എല്ലാവരും സുഖം തരുന്നതായിട്ട് തീർന്നു. ബ്രാഹ്മണ വേദതത്വജ്ഞ. ബ്രാഹ്മണന്മാരെങ്ങനെയുള്ളവരായിരുന്നു? അവര് വേണ്ടതുപോലെ വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു, അവരുടെ കർമ്മങ്ങൾ ചെയ്തു. അധ്യയനം അധ്യാപനം ഒക്കെയാണ് ബ്രാഹ്മണരുടെ ധർമ്മങ്ങൾ. അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം ഒക്കെയാണ്. അപ്പൊ ബ്രാഹ്മണര് നന്നായിട്ട് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അവരവര് ചെയ്തു. ക്ഷത്രിയന്മാരുടെ കർമ്മം വേറെയാണ്. അവരുടെ കർമ്മം രാജ്യം നന്നായിട്ട് ഭരിക്കുക, നന്നായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. യുദ്ധം വേണ്ട സമയത്ത് യുദ്ധം നന്നായിട്ട് ചെയ്യുക, അതാണ് ക്ഷത്രിയരുടെ ധർമ്മം. അപ്പൊ ക്ഷത്രിയര് അവരുടെ ധർമ്മങ്ങൾ ചെയ്തു. ഇതൊക്കെയാണ് നല്ല രാജ്യഭരണത്തിന്റെ ലക്ഷണങ്ങൾ. ഓരോ വിഭാഗവും അവരവരുടെ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുന്നു. ഇപ്പൊ കൃഷിക്കാരാണെങ്കിൽ വളരെ നന്നായിട്ട് കൃഷി ചെയ്യുന്നു. പശുപാലകന്മാരാണെങ്കിൽ അവര് വളരെ നല്ല രീതിയിൽ അവരുടെ കർമ്മം ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്തെ ഓരോ വിഭാഗവും, എല്ലാ ജനങ്ങളും ഒരുപോലെ നന്നായിട്ട് അവരവരുടെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ
ഒരു സമ്പൽ സമൃദ്ധമായിട്ടുള്ള രാജ്യമുണ്ടാകൂ. ഇത് പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അധ്യാപകരുടെ ധർമ്മം ചെയ്യണം, പോലീസുകാരുടെ ധർമ്മം ചെയ്യണം, ഡോക്ടേഴ്സിന്റെ ധർമ്മം ചെയ്യണം. അതിലേതെങ്കിലും ഒന്ന് പിഴച്ചാൽ അത് മറ്റെല്ലാത്തിനെയും ബാധിക്കും. അങ്ങനെ എല്ലാ വിഭാഗവും വളരെ നന്നായിട്ട് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യണം. ഇങ്ങനെ ആയിരുന്നു ശത്രുഘ്നന്റെ ഭരണകാലത്ത് എന്നാണ് പറയുന്നത്. ബ്രാഹ്മണര് അവർക്ക് വിധിച്ച കർമ്മങ്ങൾ ചെയ്തു, ക്ഷത്രിയര് അവരുടെ ധർമ്മങ്ങൾ ചെയ്തു, കച്ചവടക്കാർ അവരുടെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇവർക്കൊക്കെ സഹായികളായിട്ട് നിൽക്കുന്നവര് അവരുടെ ധർമ്മം വേണ്ടതുപോലെ ചെയ്തു. അങ്ങനെ വളരെ നല്ല രീതിയിൽ ആ രാജ്യം ഇങ്ങനെ സമ്പൽ സമൃദ്ധമായിട്ട് മുന്നോട്ട് പോയി. എല്ലാവർക്കും ഭക്തി ഉണ്ടായിരുന്നു, എല്ലാവരും ദേവീ ഭക്തന്മാരായിരുന്നു. അപ്പൊ ഇതും ഒരു നല്ല ഭരണത്തിന്റെ ലക്ഷണമാണ്. ഇപ്പം മഹിഷാസുരന്റെ കഥയിൽ നമ്മൾ കേട്ടു, നാമം ജപിക്കാൻ ആർക്കും അധികാരം ഇല്ലായിരുന്നു. കാരണം ഒരു നാമം ജപിക്കുന്ന സമയത്ത് അവരെ ഉപദ്രവിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോ അതെന്താണ്, അതൊരു നല്ല സമൂഹം അല്ല. ഇവിടെ സജ്ജനങ്ങൾക്ക് യഥേഷ്ടം അവരുടെ കാര്യങ്ങളൊക്കെ വളരെ സുഖമായിട്ട് ചെയ്യാൻ കഴിയും. ഋഷിമാർക്ക് വളരെ സന്തോഷത്തോടുകൂടി യാഗം നടത്താം, ബ്രാഹ്മണർക്ക് സന്തോഷത്തോടുകൂടി വേദാധ്യയനം ചെയ്യാം. അങ്ങനെ എല്ലായിടത്തും ധർമ്മവും ഭക്തിയുമൊക്കെ വർദ്ധിച്ചു. യഥാ രാജാ തഥാ പ്രജ എന്ന് പറയും. രാജാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പ്രജകള്. അപ്പൊ രാജാവിന് ഭക്തിയില്ലെങ്കിൽ പ്രജകൾക്കും ഉണ്ടാവില്ല. ഇവിടെ നല്ല ഭരണമായതുകൊണ്ട് പ്രജകൾക്കൊക്കെ ഭക്തി വളരെയധികം വർദ്ധിച്ചു. അതുപോലെ ഒരിടത്തും തെറ്റുകളും അധർമ്മവും ഒന്നും ഉണ്ടായില്ല, പാഖണ്ഡവാദമൊന്നും ഉണ്ടായില്ല. ഈ പാഖണ്ഡവാദം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കുക. അപ്പോ ഇത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ എന്ത് പറയുന്നുണ്ടോ അതിനൊക്കെ എതിർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അധർമ്മമൊന്നും ഒരിടത്തും ഇല്ല, രോഗങ്ങളില്ലായിരുന്നു, ആര് തമ്മിലും ഒരു മത്സര ബുദ്ധി ഇല്ലായിരുന്നു. എല്ലാവരും അവരവരുടെ ധർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഇതല്ല ചെയ്യേണ്ടത്, മറ്റേയാളുടെ ധർമ്മമാണ് നല്ലതെന്ന് തോന്നിയാൽ അവിടെ ഒരു പ്രശ്നം വരും. ഭഗവത്ഗീതയിൽ പറയും, സ്വധർമ്മോ നിതരാം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച്, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട്, ഗുണമനുസരിച്ചിട്ട് അവരവർക്ക് വിധിച്ച ധർമ്മം ചെയ്യണം. ഓരോ അധ്യാപകന് വേണ്ട ഗുണങ്ങളാണ് ഒരാളിൽ ഉള്ളതെങ്കിൽ അയാളുടെ ധർമ്മം അധ്യാപനമാണ്. നേരെ മറിച്ച് ഇതെന്തോ മോശമാണ്, മറ്റേയാള് ചെയ്യുന്ന പ്രവൃത്തിയാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയാൽ, അയാളോടൊരു മത്സര ബുദ്ധിയോടുകൂടി അങ്ങോട്ട് പോയാൽ, ഇയാളുടെ ഉള്ളിലുള്ള ഗുണവും ആ പ്രവൃത്തിയും തമ്മിൽ യോജിക്കാതെ വന്നാൽ അവിടെ പ്രശ്നം വരും. ഇങ്ങനെ മത്സര ബുദ്ധി ആര് തമ്മിലും ഉണ്ടായില്ല. എല്ലാവരും അവരവരുടെ ധർമ്മങ്ങൾ ചെയ്തു. അതുപോലെ ആര് തമ്മിലും വിരോധമില്ല. എല്ലാവരും വളരെ സഹകരണത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിഞ്ഞു. പ്രജകള് എല്ലായിടത്തും ദാനധർമ്മങ്ങളൊക്കെ നടന്നു. ഇതൊക്കെ ഒരു നല്ല സമൂഹത്തിന്റെ ലക്ഷണങ്ങളാണ്. എല്ലായിടത്തും ദാനങ്ങൾ നടക്കുന്നു. ദാനം എന്ന് വെച്ചാൽ പരസ്പര സംവിഭാഗം എന്നാണ് പറയാ. അപ്പൊ ഇല്ലാത്ത ഒരാള് ഉള്ള ഒരാള് ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നതല്ല ദാനം. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ വിഭജിച്ച് അത് പങ്കിട്ടെടുക്കുക, അതാണ് ദാനം. അല്ലാതെ ഈ കൊടുക്കുന്ന ആള് ഉയർന്നു നിൽക്കുക, വാങ്ങുന്ന ആള് താഴ്ന്നു നിൽക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റുള്ള ആളുമായിട്ട് പരസ്പരം പങ്കിടുക, അതാണ് ദാനം. ഇങ്ങനെ ദാനങ്ങളൊക്കെ നടന്നു. എല്ലാവരുമായിട്ടും നല്ല സഹകരണത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിയുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും ശാസ്ത്ര അധ്യയനം നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു നല്ല സമൂഹത്തിന്റെ ലക്ഷണമാണ്. എല്ലാവരും പഠിക്കുന്നു. സ്വാധ്യായാത്മാ പ്രമദ എന്ന് ഉപദേശിക്കും. അതുപോലെ എല്ലാവരും സ്വാധ്യായം ചെയ്തു. അതായത് അവനവന്റെ ശാസ്ത്രങ്ങള് ഗ്രന്ഥങ്ങളൊക്കെ എല്ലാവരും പഠിച്ചു. ഇങ്ങനെ അധ്യയനം നടക്കുന്നുണ്ട്, അധ്യാപനം നടക്കുന്നുണ്ട്. ഓരോ വിഭാഗവും അവരവരുടെ പ്രവൃത്തികൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ വിസ്തരിക്കുന്നത്
വെറുതെ ശ്ലോകങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടല്ല, അധ്യായങ്ങളുടെ എണ്ണം കൂട്ടാനല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഒരു നല്ല സമൂഹത്തിന്റെ ലക്ഷണം, ഒരു നല്ല ഭരണത്തിന്റെ ലക്ഷണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ വ്യാസൻ ജനമേജയനോട് ഇത്ര വിസ്തരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ശത്രുഘ്നനെ രാജാവാക്കി അദ്ദേഹം നന്നായിട്ട് രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. രാമായണത്തില് ശ്രീരാമ ഭരത സംവാദം പറയുന്നുണ്ട് അയോധ്യാകാന്ഡത്തില്. അവിടെ ഭരതനോട് ഓരോ കാര്യങ്ങൾ ശ്രീരാമൻ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കും. നീ അത് ചെയ്യുന്നില്ലേ, ഇത് ചെയ്യുന്നില്ലേ, അത് ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിക്കും. കച്ചിതധ്യായം എന്ന് പറയും. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര വിസ്തരിച്ച് ശ്രീരാമൻ ചോദിക്കുന്നത്? അത് ഇങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് കൂടി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വാൽമീകി മഹർഷി വളരെ വിസ്തരിച്ചിട്ട്, ഒരു വലിയ അധ്യായമാണത്, ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ എന്താണ് ഒരു നല്ല സമൂഹത്തിന്റെ ലക്ഷണം, ഒരു നല്ല ഭരണത്തിന്റെ ലക്ഷണം എന്താണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഇത്ര വിസ്തരിച്ച് ആ രാജ്യഭരണമൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ പുരാണങ്ങള് വായിക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് അതിൽ ഒഴിവാക്കാനായിട്ട് ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ നല്ല രീതിയിൽ ആ മഹിഷാസുരന്റെ ദുർഭരണം അവസാനിപ്പിച്ചതിന് ശേഷം നല്ല ഒരു ഭരണം ശത്രുഘ്നൻ കാഴ്ചവെച്ചു എന്ന് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും ജനമേജയൻ ചോദിക്കുന്നു. അപ്പൊ ദേവിയുടെ ഈ മഹിഷാസുര മർദ്ദനം, ആ ചരിത്രമൊക്കെ കേട്ടു. എത്ര കേട്ടാലും എനിക്ക് മതി വരില്ല. അപ്പൊ നമുക്ക് ഭഗവാന്റെ കഥകള് ഭക്തന്മാർക്ക് എപ്പോഴാണ് മതി വരിക? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മള് സപ്താഹങ്ങളൊക്കെ കേൾക്കാൻ പോവും, രാമായണ കഥ കേൾക്കാൻ പോവും, ഇത്തരത്തിലുള്ള ദേവി ഭാഗവത കഥ കേൾക്കാൻ പോവും. അപ്പൊ നമുക്ക് അറിയാഞ്ഞിട്ടാണോ? അതൊന്നുമല്ല. നമുക്കറിയാം ശ്രീകൃഷ്ണന്റെ കഥ എന്താണെന്ന് നമുക്കറിയാം, ശ്രീരാമന്റെ കഥ നമുക്കറിയാം. അതറിയാത്തവരൊന്നും അല്ല നമ്മൾ. എങ്കിലും നമ്മൾ വളരെ ആവേശത്തോടു കൂടി എല്ലാ ദിവസവും പോയിട്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ മുന്നിലിരുന്ന് കേൾക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് വീണ്ടും വീണ്ടും കേൾക്കുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം. ഇവിടെ ജനമേജയ രാജാവ് പറയുന്നു, എനിക്ക് ഈ കഥകളൊന്നും കേട്ടിട്ട് മതിയായില്ല, വീണ്ടും പറയൂ, എന്താണ് ദേവിയുടെ ചരിത്രം എന്നുള്ളത്, മറ്റൊരു ചരിത്രം വീണ്ടും പറയൂ എന്ന് വേദവ്യാസനോട് പറയാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് ശുംഭ നിശുംഭന്മാരുടെ കഥ പറയുന്നു. അത് നമുക്ക് നാളെ കേൾക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കഥകളൊക്കെ കേട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു അസുരത്വം ഇല്ലാതെയാവട്ടെ. അത് ഇല്ലാതെയാവാൻ വേണ്ടിയിട്ട് ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ മറ്റ് ചരിത്രങ്ങൾ അനുസ്മരിക്കാം. അമ്മേ നാരായണ. നന്ദി പ്രഭാഷണത്തിനായി ശ്രീ രാമൻ നമ്പൂതിരി അവരുടെ സാദരം ക്ഷണിച്ചുകൊള്ളും. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി പ്രഭാഷകയായ ഉമാവൈപ്രത്തിന് നന്ദി. ദേവി ഭാഗവതത്തിലെ കഥാസന്ദർഭങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സന്ദർഭങ്ങളുമായി ചേർത്ത് വെച്ച് രാമായണ മഹാഭാരത കഥാസന്ദർഭങ്ങളുമായി യോജിപ്പിച്ച് വിശദമായി വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തന്ന ഉമാവൈപ്രത്തിന് പ്രത്യേകം നന്ദി. ഇന്ന് സ്വാഗതം പറഞ്ഞ മഹേഷിനും പ്രാർത്ഥന ചൊല്ലിയ മൈത്രേയി സാവിത്രിക്കും പിന്നെ ഇതിന്റെ സംഘാടകരായ അഖില കേരള തന്ത്രി സമാജം ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ശ്രീരാമേട്ടനും നമ്മുടെ ഗുരുനാഥനായ ഹരിയേട്ടനും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ എല്ലാമായ വൈശ്രവണത്ത് നാരായണേട്ടനും ബാക്കി എല്ലാ സഹപാഠികൾക്കും പ്രത്യേകം നന്ദി. ഒപ്പം ഇതിൽ പങ്കെടുത്ത അന്തർജന സമാജ അംഗങ്ങൾക്കും വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. 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 നമസ്കാരം ശ്രീ